കൈരളി ന്യൂസിൻ്റെ ഒരു പ്രത്യേക പരിപാടി വി ദ പീപ്പിൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഞാൻ NP ചന്ദ്രശേഖരൻ, ന്യൂസ് ഡയറക്ടർ. എന്നോടൊപ്പമുള്ളത് കൈരളി ന്യൂസിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ മനോജ് K. വർമ്മ, ഒപ്പം തന്നെ സീനിയർ ന്യൂസ് എഡിറ്റർ K. രാജേന്ദ്രൻ, ന്യൂസ് എഡിറ്റർ KK നീലിമ. ഞങ്ങൾ ഇന്ന് ഒരുമിച്ചിരിക്കുന്നത് വി ദ പീപ്പിൾ എന്ന പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ഓരോ ദിവസവും ഒരു മുഖപ്രസംഗ പങ്ക്തി എന്ന നിലയ്ക്കാണ് ഈ പരിപാടി ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. വലിയ പരസ്യവാചകമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് മനോജ് പറയും. മനോജ് സ്ക്രീനിൽ അങ്ങനെ അധികം വരാത്ത ആളാണ്, പക്ഷേ അണിയറയിൽ നിന്ന് കൈരളി വാർത്താ സംഘത്തെ നയിക്കുന്ന ഡെപ്യൂട്ടി എഡിറ്റർ മനോജ് K. വർമ്മ. മനോജ്, ഈ പരിപാടിയെക്കുറിച്ച് നമ്മൾ വലിയ വാചകങ്ങൾ, വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ, പ്രേക്ഷകർക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്താണ് വി ദ പീപ്പിൾ? നമ്മൾ അതാത് ദിവസത്തെ പ്രധാന വാർത്തകളിൽ ഒരെണ്ണം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബജറ്റ്, സെൻട്രൽ ബജറ്റ് അവതരിപ്പിച്ച ദിവസമാണ്. അപ്പോൾ ആ ബജറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു എഡിറ്റർമാരുടെ, അതായത് ചാനൽ നയിക്കുന്ന ആൾക്കാരുടെ ഒരു വിശകലനം. സ്വാഭാവികമായിട്ടും സാമ്പത്തിക വിദഗ്ധന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ വിശകലനങ്ങൾ നമ്മൾ ഇതിനോടകം TV-യിൽ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇത് ന്യൂസ് ചാനലുകൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഈ പങ്ക്തി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാജേന്ദ്ര, മുഖപ്രസംഗ പങ്ക്തി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ പേടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ചങ്ങമ്പുഴ മംഗളപത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ പോലെ പ്ലേഗ്, കോളറ, അതുപോലെ പേടിക്കുന്ന ഒന്നായിട്ട് ഈ മുഖപ്രസംഗ പങ്ക്തി മാറിയിട്ടുണ്ട്. അതെ, മറ്റു പങ്ക്തികളിൽ നിന്ന് നമുക്കെന്താണ് വ്യത്യാസം? അല്ല, വ്യത്യാസം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് നമുക്കറിയാമല്ലോ, ഈ സത്യസന്ധമായ വാർത്തകളും വിശകലനങ്ങളും ഇന്ന് പുറത്തു വരുന്നില്ല. നമ്മൾ ഈ ബജറ്റിൻ്റെ കാര്യം തന്നെ എടുക്കുക. എങ്ങനെയാണ് ഈ കേന്ദ്ര ബജറ്റിനോടുള്ള ഈ മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ പൊതു സമീപനം എന്ന് മാത്രം പരിശോധിച്ചാൽ മതി, മറ്റും എങ്ങോട്ടും പോകണ്ട. അത് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനമായിരിക്കും നമ്മൾ എടുക്കുക. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ അതിൻ്റെ ബജറ്റ് പ്രസംഗം നടത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ദേശീയ മാധ്യമങ്ങൾ, അതുപോലെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, അവരെല്ലാം തന്നെ, അതിൽ നമ്മൾ ഒഴിച്ചേക്ക് പോകുന്ന ഏറെക്കുറെ എല്ലാ മാധ്യമങ്ങളും തന്നെ പറഞ്ഞിരുന്നത് വൻ പദ്ധതികൾ വരാൻ പോകുന്നു, വൻ പ്രഖ്യാപനങ്ങൾ. PM കിസാൻ പദ്ധതിയുടെ ആ വിഹിതം വർദ്ധിപ്പിക്കാൻ പോകുന്നു. 6000 എന്നത് കർഷകർക്ക് ലഭിച്ചിരുന്ന 6000 രൂപ എന്നത് അതൊരു 9000 രൂപയായി ഉയർത്താൻ പോകുന്നു. അതുപോലെ പുതിയ തൊഴിൽ പദ്ധതികൾ വരുന്നു, ഭവന നിർമ്മാണ പദ്ധതികൾ വരുന്നു. ഭവന പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം വളരെ രസകരമാണ്. കാരണം എന്താണ് മാധ്യമങ്ങൾ ഓരോന്നിനെ കുറിച്ച് പറയുന്നത്, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതുകൂടി എടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും. തീർച്ചയായിട്ടും. നീലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കൂ? ഇതിപ്പോൾ ഈ 2024 പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇതിൽ സ്ത്രീകൾക്ക് വളരെയധികം പ്രാമുഖ്യം നൽകും എന്നുള്ള ഒരു ക്യാമ്പയിൻ കുറേ നാളുകളായി നടക്കുന്നുണ്ട്. ഈ വനിതാ സംവരണ ബില്ലിൻ്റെ വിഷയം തന്നെ എടുത്താൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഈ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം പറഞ്ഞത്. ഈ കർഷകർക്ക് നൽകുന്ന, ഭൂവുടമകളായ വനിതാ കർഷകർക്ക് നൽകുന്ന സഹായമൊക്കെ ഇരട്ടിയാക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഈ മോദി സർക്കാരിനെ വലിയ തരത്തിൽ ഈ 2024 ബൂസ്റ്റിംഗ് നടത്തുക എന്നുള്ളൊരു പണിയാണ് ഈ മലയാളത്തിലെ മാധ്യമങ്ങളടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഈ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചതുപോലെയല്ല കാര്യങ്ങളെന്ന് ഈ ബജറ്റ് അവതരണത്തിലൂടെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഈ ബോധ്യപ്പെടുന്ന വസ്തുതകൾ വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചത് മറ്റ് മുഖപ്രസംഗ പങ്ക്തികളിൽ നിന്ന് നമ്മളെങ്ങനെ വ്യത്യാസം പെടും എന്നാണ്. മറ്റ് മുഖപ്രസംഗ പങ്ക്തികളിലൊക്കെ എനിക്ക് തോന്നുന്നത്, മനോജ്, ഒരു നായകനുണ്ടാവും, ഒരു പ്രതിനായകൻ അതിൽ തന്നെ ഉണ്ടാവും. കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പ്രതിനായകനായി മാറും, കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വിദൂഷകനോ വിദൂഷകയോ ആയി മാറും. ചിലപ്പോൾ വിഷയങ്ങൾക്കൊത്ത് ഈ റോളുകൾ അവർ തന്നെ പരസ്പരം വെച്ച് മാറും. അങ്ങനെ വെച്ചുമാറ്റത്തിൻ്റെ ഒരു അജണ്ടയുമായിട്ട് ആളുകളുടെ തലയിൽ കോമാളി തൊപ്പിയോ കിരീടമോ വെക്കുന്നൊരു പരിപാടിയായിട്ട് ഇത് മാറില്ല. ആളുകൾ അവർക്ക് തോന്നുന്നത് വാർത്തയെക്കുറിച്ച് അറിയാവുന്ന വസ്തുതകൾ, ശേഖരിക്കാവുന്ന വസ്തുതകൾ വെച്ച് ഉള്ള വിശകലനം സത്യസന്ധമായി അവസാന വിധികർത്താക്കളായ ദ പീപ്പിളിന് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ഇതാണ് നമ്മുടെ വാഗ്ദാനം, അല്ലേ? അതെ.